മുസ്ലിം ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വിളിച്ചു പുലമ്പുന്നുണ്ട്. എവിടെയാണ് അതിനെ സംബന്ധിച്ചുള്ള പഠനമൊക്കെ നടന്നു? ഒന്നുമില്ല. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലും അതുപോലെ മുസ്ലിങ്ങളുടെ ഇടയിലുമുള്ള സന്താനോൽപാദനത്തിൻ്റെ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രൊപ്പോർഷൻ ഏതാണ്ട് ഇപ്പോൾ തുല്യമാണ്. ഒരു 2, 3, 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നുള്ളതിനേക്കാളും കുറയും മുസ്ലിങ്ങളുടെ ഇടയിൽ. കാരണം അന്നൊക്കെ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ പ്രത്യേകിച്ചുള്ള ജോലിയോ അതൊന്നുമില്ല. പക്ഷേ ഇന്ന് അങ്ങനല്ല. മുസ്ലിങ്ങൾ വിദേശത്തുമൊക്കെ പോയി ഒരുപാട് സമ്പാദിക്കുകയൊക്കെ ചെയ്ത് അവർ കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്നതല്ല അവരുടെ ജോലി. നേരെ മറിച്ച് അവരുടെ കുടുംബം ഉള്ളവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നവരാണ് എന്നുള്ള ഒരു ധാരണ നടക്കേണ്ടതാണ് എന്നൊരു ധാരണ മുസ്ലിങ്ങൾക്കുണ്ട്. ഇപ്പോൾ അതായത് പണ്ട് മലപ്പുറം ജില്ല, നമ്മൾ കേരളത്തിൽ തന്നെ ചിന്തിച്ചാൽ മതി, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്നു മലപ്പുറം ജില്ല. പക്ഷേ ഇന്നൊന്ന് നോക്കിക്കോളൂ, കേരളത്തിൽ 1-ാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കായിരിക്കും വിദ്യാഭ്യാസത്തിൽ. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ഇടതിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ജില്ലയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പം അവർ വിദേശത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച ഒരു കാലത്ത് ഇവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കുഴിച്ചിട്ടിരുന്നെങ്കിൽ ഇന്ന് അവരുടെ ധാരണ എന്തെന്നറിയോ, അവരെ മക്കളെ പഠിപ്പിക്കണം നന്നായിട്ട്, അവരെ ഈ ലോകത്തിന് ഉപകാരികളായിട്ടുള്ള ഡോക്ടേഴ്സ് ആക്കണം, അല്ലെ എഞ്ചിനീയേഴ്സ് ആക്കണം, അല്ലെ സിവിൽ സർവീസ് കൊണ്ടുവരണം. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ആ ജനങ്ങൾക്കുണ്ട്. ആ രീതിയിലാണ്. അവരല്ലാതെ ഇവിടെ സന്താനോൽപാദനമല്ല അവരുടെ ഇപ്പോൾ പ്രക്രിയ. അവർ നേരെ മറിച്ച് ഇപ്പോഴെല്ലാം മുസ്ലിങ്ങളുടെ പുതിയ കുടുംബങ്ങൾ മുഴുവൻ അണുകുടുംബങ്ങളാണ്. അവിടെ അവരുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കും. അല്ലാതെ 7ഉം 17ഉം പിള്ളേരെ നിർമ്മിച്ച് അവരെ പഠിപ്പിക്കുന്നതല്ല മുസ്ലിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബോധപൂർവമായി ബുദ്ധിപൂർവമായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഉയർച്ചയുള്ളത്. അതുകൊണ്ട് അവരെ ഇങ്ങനെയുള്ള കാര്യമൊന്നും അവരെ ബാധിക്കത്തില്ല. പിന്നെ ഇവർ തന്നെ ഈ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട, ഇല്ലെങ്കിലും ആ വിഭജനം നടത്തി ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ വാങ്ങിയെടുക്കാം എന്നുള്ള ഒരു ധാരണ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്കുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഈ മുസ്ലിം നല്ല ജനസംഖ്യ ഉണ്ടെങ്കിൽ പോലും ഈ മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിച്ചു പോകാനുള്ള മാർഗങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പല ബി ടീമുകളെയും അവർ നിയമിച്ചിട്ടുണ്ട്. ഒവൈസി മുതലായ ആളുകളെ എല്ലാം ഇറക്കി വിട്ട് ആ രീതിയിൽ അങ്ങോട്ട് ചെയ്ത് അയാൾക്ക് Z+ കാറ്റഗറിയൊക്കെ കൊടുത്തു. അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അയാൾ ഈ വോട്ട് വിഭജിച്ച് കൊണ്ടുപോകും. അപ്പോൾ ആ മുസ്ലിങ്ങളുടെ വോട്ടിന് ഉള്ള പ്രസക്തി നഷ്ടപ്പെടും. അത് മനസ്സിലാക്കി ആ എൻജിനീയറിങ്ങിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീങ്ങുന്നത് കൊണ്ടാണ് ഈ വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങളെ. അപ്പോൾ ഇവർ മനസ്സിലാക്കണം, ഈ മുസ്ലിങ്ങളുടെ വോട്ട് വിഭജിക്കാൻ പോകുന്ന ആളുകൾ ഒന്ന് തിരിച്ചറിയണം. അവർ മുസ്ലിം സ്നേഹമല്ല, പ്രീണനമല്ല നടത്തുന്നത്. നേരെ മറിച്ച് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ അതുമൂലമാണ് ഈ മുസ്ലിം ജനതയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇതുപോലെ അവഹേളിക്കുന്നത് എന്ന് ഇതുപോലെ വിവരമില്ലാത്തവരൊന്ന് തിരിച്ചറിയണം. ഇത് മുസ്ലിം ജനത തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് വിളിച്ച് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ ബഹുമാനം അദ്ദേഹത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം എന്നും ഉണ്ടാവും.